പുനലൂർ മാർക്കറ്റിൽ ആധുനിക അറവശാല നിർമ്മിക്കുന്ന സ്ഥലത്ത് നിർമ്മാണം ആരംഭിക്കുന്നതിന് മുന്നോടിയായി അധികൃതർ പരിശോധന നടത്തി. പ്രോജക്ട് നിർവഹണ ഏജൻസിയായ ഇംപാക്ട് കേരളയിൽ നിന്നുള്ള എഞ്ചിനീയർമാരാണ് പരിശോധന നടത്തിയത്. നിർമ്മാണത്തിനായി വെള്ളത്തിന്റെയും വൈദ്യുതിയുടെയും കണക്ഷൻ പെട്ടെന്ന് തന്നെ ലഭ്യമാക്കാൻ പുനലൂർ നഗരസഭയ്ക്കും കരാറുകാർക്കും അധികൃതർ നിർദ്ദേശം നൽകി. പുനലൂർ നഗരസഭാ അധ്യക്ഷ കെ പുഷ്പലത, ഉപാധ്യക്ഷൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബിനോയ് രാജൻ, വസന്താരഞ്ജൻ തുടങ്ങിയവർക്കൊപ്പമാണ് ഇംപാക്ട് കേരളയിലെ എഞ്ചിനീയർമാർ സ്ഥലം സന്ദർശിച്ചത്. ഇതിനു മുന്നോടിയായി നഗരസഭാ കാര്യാലയത്തിൽ യോഗവും ചേർന്നിരുന്നു. നിർമ്മാണത്തിനായി നേരത്തെ ഭൂമിയിലുണ്ടായിരുന്ന പഴയ കെട്ടിടം പൊളിച്ചു നീക്കുകയും ഭൂമി സജ്ജമാക്കുകയും ചെയ്തിരുന്നു. ഇതിനു പുറമെ നിർമ്മാണ തൊഴിലാളികൾക്ക് താമസിക്കുന്നതിനായി തൊട്ടുചേർന്ന് സൗകര്യവും സജ്ജമാക്കിയിട്ടുണ്ട്. വെള്ളത്തിനായി കുഴൽക്കിണറും നിർമ്മിച്ചു. ഇതിനിടെ നിർമ്മാണം നടത്തുന്ന ഭൂമിയോട് ചേർന്ന് കയ്യേറ്റം നടന്നതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. നഗരസഭയുടെ ആവശ്യപ്രകാരം റവന്യൂ വകുപ്പിന്റെ സർവേ വിഭാഗവും അറവശാല നിർമ്മാണത്തിന് കരാറെടുത്തിട്ടുള്ള ബംഗളൂരു ആസ്ഥാനമായ MR ഫാംസ് കമ്പനി അധികൃതരും ഇവിടെ സർവേ നടത്തിയിരുന്നു. പുനലൂർ നഗരസഭയുടെ അധീനതയിലുള്ള തോട്ടുപുറമ്പോക്കിലാണ് കയ്യേറ്റമുള്ളതായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഭൂമി വീണ്ടെടുക്കാനായി നിയമ നടപടികൾ ആരംഭിക്കാനാണ് പുനലൂർ നഗരസഭയുടെ തീരുമാനം. പുനലൂർ മാർക്കറ്റിന്റെ കിഴക്കു ഭാഗത്തായി 75 സെന്റ് ഭൂമിയിലാണ് ആധുനിക സൗകര്യങ്ങളോടെ അറവശാല നിർമ്മിക്കുന്നത്. 2.5 വർഷം മുമ്പ് കിഫ്ബിയിൽ നിന്നും അനുവദിച്ച 13.5 കോടി രൂപ ചെലവഴിച്ചാണിത്. പ്രതിദിനം 50 മാടുകളെയും 25 ആടുകളെയും കശാപ്പ് ചെയ്യാൻ തക്കവിധം ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിക്കാനാണ് പദ്ധതി. 8 മാസമാണ് നിർമ്മാണ കാലാവധി. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.